ഹായ് ഗൈസ്, നമ്മൾ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. ലോഗൻ സെന്ററിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഈ കഫേയിലാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് ഗോൾഡ് ബർഗർ ആൻഡ് ക്ലബ് സാൻഡ്വിച്ച് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. സോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ നേരെ സൗത്ത് ബാങ്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല മഴക്കോളുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി. പോകുന്ന വഴിക്ക് ഒരു ഈസ്തെറ്റിക് വീഡിയോ ഉണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ചില ഹോളിവുഡ് മൂവീസിലൊക്കെ കാണിക്കുന്ന ബിൽഡിംഗ് പോലെ ഇല്ലേ ഇത്. ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ബീച്ച് പോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എങ്ങനെയും ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നടന്ന് ഒരുപാട്. ഇതാണ് നമ്മുടെ വ്യൂ ഇവിടുത്തെ. നമ്മൾ ഇനി പോകാൻ പോകുന്നത് നേപ്പാളീസ് പീസ് പഗോഡ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പോകുന്ന വഴി ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ഇവിടെ പല വെറൈറ്റി റെപ്റ്റൈൽസ് ഉണ്ട്. ഇത് നാട്ടിൽ ഓന്ത് പോലെ ഇരിക്കുക. നമ്മൾ ഇനി ചെന്ന് കയറുന്നത് നേപ്പാളീസ് പഗോഡയിലാണ് കേട്ടോ. അത് അമ്പലം പോലെ ഇരിക്കുമെങ്കിലും ഒരു പക്ക അമ്പലമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഏകദേശം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പോലത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ കണ്ട ജീവിയുടെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. 1-2 ഇവിടെ ഉണ്ടായിരുന്നേ. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഈ ജീവികളെ കണ്ട് ഒട്ടും പേടിയില്ല കേട്ടോ. അവരുടെ ഫ്രണ്ട്ലി ആവാനാണ് മാക്സിമം നോക്കുന്നത്. ഇവിടെ നമ്മുടെ ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുക നേപ്പാൾ ശാന്തി മന്ദിർ. ഇതാണ് ഇവിടുത്തെ ജൈന്റ് വീൽ. എല്ലാവരും ഇന്നത്തെ കയറാറുണ്ട്. പക്ഷെ എനിക്ക് കയറാനുള്ളൊരു ധൈര്യം എനിക്കില്ല. അത് കാണുമ്പോഴേ എനിക്ക് തല ഇറങ്ങാറുണ്ട്. അത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളല്ല കേട്ടോ ഞാൻ. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൺസേർട്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജും പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും നല്ല ടയർഡായി ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ. പിന്നെ ഇവിടെ നല്ല വർഷമുള്ള സമയമാണ് കേട്ടോ, ഈവനിങ് ടൈം ഒക്കെ എന്ന് പറയുമ്പോൾ. നമ്മളൊരു ചോക്ലേറ്റ് സ്മൂത്തിയും ഓറഞ്ച് ജ്യൂസും ആണ് വാങ്ങിച്ചത്.
സ്ട്രീറ്റിൽ ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അത്യാവശ്യം ലാഭത്തിനൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ ക്വാളിറ്റി അത്ര കുഴപ്പമില്ലെന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പട്ടികളാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും കാണും ഓരോരോ പട്ടികൾ, പല വെറൈറ്റിയിലുള്ള. എനിക്കാണെങ്കിൽ ഇതിനെ കാണുമ്പോഴേ പേടിയാണ്. അതെൻ്റെ സൈഡിൽ കൂടെ വരുമ്പോഴേ ഞാൻ ഒളിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ പട്ടി കടിക്കുകയാണെങ്കിൽ ലൈക്ക് $10,000 കൊണ്ട് കിട്ടും. അങ്ങനെ എന്ത് സംഭവമുണ്ട്. ഇവിടെ ഈവനിങ് ആകുമ്പോൾ ഇവിടുത്തെ വൈബ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. രാവിലെയും ഉച്ചയ്ക്കുള്ളൊരു വൈബേ ആയിരിക്കത്തില്ല വൈകുന്നേരമുള്ള വൈബ്. ഭയങ്കര കാമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.